Hi students, welcome to ASF Academy. I am Femin. Today we are going to discuss Maslow's hierarchy theory അല്ലെങ്കിൽ Maslow's needs hierarchy theory എന്നും പറയാറുണ്ട്. മോട്ടിവേഷൻ തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് Maslow's hierarchy theory എന്ന് പറയുന്നത്. അപ്പോൾ മാസ്ലോസ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറിയാണ് പറയണമെന്ന് പറഞ്ഞു. ഈ തിയറി അറിയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള മോട്ടിവേഷൻ തിയറി പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു തിയറിയാണ് മാസ്ലോസ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാസ്ലോ ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറി കൊണ്ടുവന്നിട്ടുള്ളത് എബ്രഹാം മാസ്ലോ എന്നുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എബ്രഹാം മാസ്ലോൻ്റെയാണ് മാസ്ലോസ് ഹൈറാർക്കി തിയറി. ഹി ഈസ് എൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻ USA. യിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. എബ്രഹാം മാസ്ലോ പ്രൊപ്പോസ്ഡ് ഹിസ് തിയറി ഇൻ 1940s. അദ്ദേഹം ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ പോപ്പുലറായിട്ട് നമ്മൾ പറയുന്ന ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. അതുകൊണ്ട് തന്നെ ഈ മാസ്ലോ നീഡ്സ് ഹൈറാർക്കി തിയറി എന്നും പറയുന്നത്. ഈ പേര് തന്നെ മാസ്ലോ, ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മാസ്ലോ ഹൈറാർക്കി തിയറി ആണെങ്കിലും നമുക്ക് നീഡ് ഹൈറാർക്കി തിയറി എന്നും കൊടുക്കാം. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ തിയറിയിൽ ഒരു വ്യക്തിയുടെ നീഡ്സിനെ വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു നീഡ്സിൻ്റെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ്സ് എന്നുള്ള ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നും പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം ഹ്യൂമൻ നീഡ്സ് ഹാവ് എ സർട്ടൻ പ്രയോറിറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് തിയറി കൊണ്ടുവന്നത് അനുസരിച്ചിട്ട് ഹ്യൂമൻസിന് അവരുടെ നീഡ്സിന് ഒരു സർട്ടൻ പ്രയോറിറ്റീസ് ഉണ്ട്. ഏതൊരു വ്യക്തികൾക്കും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് നീഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിനൊരു പ്രയോറിറ്റി, ഇന്ന നീഡ്സ് ഫുൾഫിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അടുത്ത നീഡ്സ് എന്നുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടാവും. ആ പ്രയോറിറ്റിയുടെ ബേസിലാണ് ഈ തിയറി ഡെവലപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, ഏത് മനുഷ്യന്മാരെന്ന് അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന അവരുടെ നീഡ്സ് ഒരുപാട് ഇതായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. പക്ഷെ ആ നീഡ്സിനെ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഉള്ളിലൊരു ഹൈറാർക്കി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ബേസിക് നീഡ്സ് ആയത് ഫുഡ്, ഷെൽട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ആ നീഡ്സ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ആ വ്യക്തി അടുത്ത നീഡ്സിലേക്ക് പോകും. സപ്പോസ് ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ബേസിക് നീഡ്സ് ആവില്ല അവരുടെ പ്രയോറിറ്റി പറയുന്നത്. ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ കയ്യിൽ കാശ് ഉണ്ടാവും, അപ്പോൾ ഈ ബേസിക് നീഡ്സ് ആവില്ല, അതിനപ്പുറമുള്ള മറ്റു കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി. സോ വ്യക്തികൾ അനുസരിച്ചിട്ട് ഈ നീഡ്സ് പ്രയോറിറ്റി ഓഫ് നീഡ്സ് മാറിക്കൊണ്ടിരിക്കും. അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു ഹൈറാർക്കിയാണ് ഇവിടെ പറയുന്നത്. മെയിൻ ആയിട്ട് 5 കാറ്റഗറീസ് ആണ് ഉള്ളത്. സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബേസിക് നീഡ്സ്, സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം അല്ലെങ്കിൽ ഈഗോ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഈ ഒരു ഹൈറാർക്കി ചാർട്ട് ബൈ ഹാർട്ട് ചെയ്യുക. എക്സാമിന് റെഗുലർ ആയിട്ട് ഷോർട്ട് എസ്സേയിൽ അല്ലെങ്കിൽ എസ്സേയിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ തിയറി ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ചാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബേസിക് നീഡ്സ്. അത് ഫുൾഫിൽ ചെയ്തിട്ട് മാത്രമേ സേഫ്റ്റി നീഡ് കൂടി പോവുള്ളൂ. അത് ഫുൾഫിൽ ചെയ്യുമ്പോഴേ സോഷ്യൽ നീഡ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നീഡ്സ് ഫുൾഫിൽ ചെയ്യണവരെ ഹയർ ലെവൽ നീഡ്സിനെ പോസ്റ്റ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ തിയറിയുടെ ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. ഓരോ വ്യക്തി അവരുടെ ബേസിക് ഏതാണ് അവരുടെ പ്രയോറിറ്റി വരുന്നത് ആ നീഡ്സ് ഫുൾഫിൽ ചെയ്തിട്ട് ഹയർ നീഡ്സ് പോകും. അതുവരെ ഹയർ നീഡ്സിനെ അവർ പോസ്റ്റ്പോണ്ട് ചെയ്യും. ഈ ഒരു അസംഷൻ വെച്ചിട്ടാണ് ഈ തിയറിന്റെ ടോട്ടൽ പോകുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഓരോന്നും 1 by 1 നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നീഡാണ് സൈക്കോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഈ സൈക്കോളജിക്കൽ നീഡ് അല്ലെ ബേസിക് നീഡ്സിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ബേസിക് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആ നീഡ്സിനെയാണ് ബേസിക് നീഡ്സ് ആയിട്ട് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സിന് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ഷെൽട്ടർ, ഫുഡ്, ക്ലോത്ത്, എയർ, അതർ നെസസിറ്റി ഓഫ് ലൈഫ്. അവരുടെ ജീവിതത്തിൽ വരുന്ന മറ്റ് പ്രധാന ബേസിക് സൗകര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതാണ് ഇവിടെ വേണ്ടത്. ഓക്കെ,
അപ്പൊ ഈ നീഡ് ഫുൾഫിൽ ചെയ്യാത്ത ഒരു വ്യക്തിയും അവരുടെ ഹയർ നീഡ്സിലേക്ക് പോവില്ല. ഏതൊരു വ്യക്തിക്കും ലൈഫ് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് വേണ്ട ബേസിക് നീഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇനി ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ബേസിസിൽ പറയുമ്പോൾ അവിടുത്തെ ബേസിക് നീഡ്സ് എന്തൊക്കെ വരിക? ആഡ്വക്കേറ്റ് വേജസ് അല്ലെ ആഡ്വക്കേറ്റ് സാലറി, അവർക്ക് പോകാൻ വേണ്ട ബേസിക് സാലറി, റെസ്റ്റ് റൂം, കമ്പനിയിൽ നല്ല റെസ്റ്റ് റൂം വേണം, ആഡ്വക്കേറ്റ് ലൈറ്റിംഗ് വേണം, കമ്പനിയിൽ കംഫർട്ടബിൾ ടെമ്പറേച്ചർ ആയിരിക്കണം, അതേമാതിരി നല്ലൊരു വെന്റിലേഷൻ വേണം. ഇതൊക്കെയാണ് കമ്പനിയിലെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ആഡ്വക്കേറ്റ് വേജസ് അല്ലെങ്കിൽ ബേസിക് സാലറി, ബേസിക് വേജസ് എന്ന് പറയാം, റെസ്റ്റ് റൂം, ആഡ്വക്കേറ്റ് ലൈറ്റിംഗ്, കംഫർട്ടബിൾ ടെമ്പറേച്ചർ, വെന്റിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതൊരു വ്യക്തിയുടെയും ബേസിക് നീഡ്സ് ഇവിടെ ഓർഗനൈസേഷൻ ബേസിസിൽ. ലൈഫിന്റെ ബേസിസിലാവുമ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോത്ത്, ഫുഡ്, ഷെൽട്ടർ എക്സെട്ര, അങ്ങനെയുള്ള കാര്യം. ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ആണ്. ഈ നീഡ്സ് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് നീഡ്സിലേക്ക് പോവുള്ളൂ, സെക്യൂരിറ്റി നീഡ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ആണ് കമ്പനി കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി ജോലിക്ക് വന്നാൽ അവർക്ക് വേണ്ട ബേസിക് സാലറി കൊടുക്കുക, അവർക്ക് ബേസിക് എന്തൊക്കെയാണ് അവിടെ അറ്റ്മോസ്ഫിയർ, ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ കൊടുക്കുക. റെസ്റ്റ് റൂം ആയിട്ടോ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, കംഫർട്ടബിൾ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, വെന്റിലേഷൻ ആയിക്കോട്ടെ, അവരെ ഒന്ന് ബേസിക് ക്വാളിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി നീഡ്സ്, അല്ലെങ്കിൽ അതിനെ സെക്യൂരിറ്റി നീഡ്സിനെ അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി നീഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ സെക്യൂരിറ്റി നീഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് നീഡ്സ് ആണ് അല്ലേ? ഈ ഹയറാർക്കിയിലെ സെക്കൻഡ് നീഡ്സ് ആണ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. വൺസ് നമ്മൾ സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് നീഡ്സ് എമർജ് ചെയ്യും, ദാറ്റ് ഈസ് സെക്യൂരിറ്റി നീഡ്സ്. ഈ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ നീഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നീഡ്സ് ആണിത്. അതായത് സൈക്കോളജിക്കൽ നീഡ്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയും. ജോലിയുണ്ട്, നമുക്ക് ബേസിക് സാലറി ഉണ്ട്, അപ്പോൾ ആ ജോലിക്ക് വേണ്ട ജോബ് സെക്യൂരിറ്റീസ് ആണ് സെക്യൂരിറ്റി നീഡ്സിൽ വരുന്ന ഒരു പോയിന്റ്. അതാ ജോലിയുടെ സ്ഥിരത. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി ഓഫ് സോഴ്സസ് ഓഫ് ഇൻകം. ആ ഒരു നമ്മളുടെ ഇൻകത്തിന്റെ സോഴ്സ് ഇല്ലേ, അതിന്റെ സെക്യൂരിറ്റി അറിയണം. അതേമാതിരി പ്രൊവിഷൻ ഓഫ് ഓൾഡ് ഏജ്, PF പോലത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് റിസ്ക്, ഇൻഷുറൻസ് സ്കീംസ് എന്തെങ്കിലും എടുക്കുക. നെക്സ്റ്റ് മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മളെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണോ ആ നീഡ്സിന് യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസ് വരാം. എന്താണോ നമ്മളെ ബേസിക് നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു, ആ നീഡ്സിനെ നമുക്കൊരു ജോലി കിട്ടി, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ കിട്ടി, ആ ബേസിക് നീഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സേഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ് സെക്യൂരിറ്റി നീഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി കൊണ്ടുവരിക, നമ്മുടെ ലൈഫിനെ സേഫ്റ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ്. ഒപ്പം നമ്മൾ ബേസിക് നീഡ്സ് അച്ചീവ് ചെയ്തു. നെക്സ്റ്റ് സെക്യൂരിറ്റി നീഡ്സ്, ബേസിക് നീഡ്സിനെ പ്രൊട്ടക്റ്റീവ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സെക്യൂരിറ്റി നീഡ്സ്, അതും അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു, അതിന് വേണ്ട മോട്ടിവേഷനും കിട്ടി. അപ്പോൾ ഈ രണ്ട് നീഡ്സും നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നീഡ്സ് നമുക്ക് എമർജ് ചെയ്യും പറഞ്ഞു, ദാറ്റ് ഈസ് സോഷ്യൽ നീഡ്സ്. മാൻ എന്ന് പറയുന്നത് എന്താ? ഒരു സോഷ്യൽ ആനിമൽ. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. സോ ഏതൊരു മനുഷ്യന്മാർക്കും ഒരു സോഷ്യൽ ആസ്പെക്ടസ് ഉണ്ടാവും. സോഷ്യൽ ആസ്പെക്ടസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആണ് സോഷ്യൽ നീഡ്സ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ സേഫായി, ലൈഫ് ബേസിക് കാര്യങ്ങളൊക്കെ സേഫ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ സോഷ്യൽ നീഡ്സ് എമർജ് ചെയ്യാനെന്ന് പറഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ഒരു എന്താ പറയാ, സോഷ്യൽ നീഡ്സ് ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടാണ് സോഷ്യൽ നീഡ്സ്. ലൈക്ക് നമുക്ക് നല്ല നീഡ് ഫോർ ലവ്, അഫെക്ഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്നുള്ള നമുക്കുള്ള ഒരു ആക്സെപ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. The needs for love and affection, the need to be acceptance by one's peers. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അത് വിത്തിൻ എ വർക്കിംഗ് എൻവയോൺമെന്റും ആവാം, അല്ലെങ്കിൽ വളണ്ടറി ഗ്രൂപ്പ്സ് ആയിട്ട് പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നതോ ആവാം, ഏത് ടൈപ്പിലുള്ളതും ആയിരിക്കാം. അപ്പോൾ സോഷ്യൽ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ല കമ്പനി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ് ആയിട്ട് നല്ല കമ്പനി ആയി നടക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക, റിലേറ്റീവ്സ്, അതർ ഗ്രൂപ്പ്സ്
ഗ്രൂപ്പ്സ് അവരോടൊക്കെ നല്ല രീതിയിൽ സോഷ്യലി നമ്മൾ മിങ്കിൾ ചെയ്യുക. അത് ഈ സോഷ്യൽ മിങ്കിൾ ചെയ്യുന്ന റിലേറ്റീവ്സും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വിത്തിൻ ദ എന്താ പറയുക ഫാമിലി മാത്രമല്ല, അല്ലെങ്കിൽ വളണ്ടറി പുറത്ത് മാത്രമല്ല, നമ്മളുടെ വർക്കിംഗ് എൻവയോൺമെന്റിലുള്ള നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടത്തും നല്ലൊരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു സോഷ്യൽ കൾച്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യൽ നീഡ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സോഷ്യൽ നീഡ്സും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് നീഡാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഈ എസ്റ്റീം നീഡിനെ നമ്മൾ ഈഗോ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നീഡ് എന്നും പറയാറുണ്ട്. ഈഗോ നീഡ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നീഡ് എന്നും പറയാറുണ്ട്. അപ്പം നമ്മളുടെ ബേസിക് നീഡ് കിട്ടി, ബേസിക് നീഡ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ആ ബേസിക് നീഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സെക്കൻഡ് സേഫ്റ്റി നീഡ്സ് ആയി. സേഫ്റ്റി നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ സോഷ്യൽ കൾച്ചർ അല്ലെ സോഷ്യൽ ഗ്രൂപ്പ് എമർജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അങ്ങനെ സോഷ്യൽ നീഡ്സും അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞാലാണ് എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സിൽ അറിയുന്ന കുറച്ചും കൂടി ഹൈ ലെവൽ നമ്മളുടെ പേഴ്സണലി വരുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾക്കൊരു സെൽഫ് വർത്ത്, ഈഗോ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യണാണ് ഈ നീഡ്സ്. അതായത് പേഴ്സണൽ ഇൻഡിവിജ്വൽസിന്റെ എന്താ പറയുക ഇൻഡിവിജ്വൽസിന് സെൽഫ് വർത്ത് അല്ലെങ്കിൽ അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതാണ് എസ്റ്റീം നീഡ്സ്. സോ ഇവിടെ വരുന്ന പോയിന്റുകളെല്ലാം സെൽഫ് റെസ്പെക്റ്റ്, അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണമെന്നുള്ളത്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, റെക്കഗ്നേഷൻ ഫ്രം അതേഴ്സ്, അപ്രീസിയേഷൻ ഫ്രം അതേഴ്സ്, അതേമാതിരി അവർക്കൊരു പ്രസ്റ്റീജ് വേണം, പവർ ആൻഡ് കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. കമ്പനിയിൽ ഒരു ജോലി നല്ലൊരു ഇപ്പോൾ ഇത് ഈ സെൽഫ് എസ്റ്റീം നീഡ്സ് ബേസിക്കലി നീഡ്സ് എമർജ് ചെയ്യുക ഹയർ ലെവൽ ഓഫ് എംപ്ലോയീസിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഇരിക്കുന്ന കമ്പനിയിൽ നല്ലൊരു പവർ വേണം, നല്ലൊരു പ്രസ്റ്റീജ് വേണം, അവർക്ക് റെക്കഗ്നേഷൻ കിട്ടണം അവരുടെ ഹയർ അതോറിറ്റീസിന്, അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എസ്റ്റീം നീഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അതനുസരിച്ചുള്ള മോട്ടിവേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ ബേസിക് നീഡ്സ്, സേഫ്റ്റി നീഡ്സും സോഷ്യൽ നീഡ്സും എസ്റ്റീം നീഡ്സും കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നീഡ് ടു ഫുൾഫിൽ വാട്ട് എ പേഴ്സൺ കൺസിഡർ ടു ബി ദ മിഷൻ ഓഫ് ഹിസ് ലൈഫ്. ഏതൊരു വ്യക്തിക്കും അവർ ജീവിക്കുന്നതിൻ്റെ ഒരു ജീവിതാഭിലാഷം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ജീവിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം ഉണ്ടാവില്ലേ, അത് അച്ചീവ് ചെയ്യാനുള്ളതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എസ്റ്റീം നീഡ്സും കഴിഞ്ഞാൽ അവരെല്ലാ ലെവലിലും നല്ലൊരു ജോലി ഉണ്ട്, അവർക്ക് വേണ്ട നല്ലൊരു വീടുണ്ട്, നല്ലൊരു വണ്ടി ഉണ്ട്, അങ്ങനെയുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഫാമിലി അറ്റ്മോസ്ഫിയർ നല്ലതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജീവിതത്തിലെ ഒരു അൾട്ടിമേറ്റ് നീഡ് ഉണ്ടാവും. ആ നീഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഡിസൈർ ഫോർ പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് വരുന്നത്. അവരുടെ ലൈഫിന്റെ ഒരു ഇത് ഒരു ടോപ്പ് ലെവൽ ഓഫ് ഈ ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു നീഡാണല്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ അവരുടെ ഒരു പേഴ്സന്റെ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കും, അവരുടെ അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാനും എന്നുള്ളൊരു നീഡ് ഏതാണോ അതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്ന നീഡ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷനാണ് കമ്പനീസ് ഈ ടൈമിൽ കൊടുക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് 5 മോട്ടിവേഷനിൽ വരുന്ന 5 ലെവൽ ഓഫ് ഹൈറാർക്കി നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓക്കെ, എല്ലാ നീഡ്സും കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കേണ്ടത്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയാച്ചാൽ, ഒരു സൈക്കിളിലുള്ള ഒരാൾക്ക് ഒരു ബേസിക് നീഡ്സ് ആയിട്ട് അയാൾക്ക് സൈക്കിൾ വേണം, സൈക്കിളിൽ ഒരാൾക്ക് ബൈക്ക് വേണം പറയും, ബൈക്ക് ആഗ്രഹമുള്ളവർക്ക് കാർ ആവും ആഗ്രഹം, കാർ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ വേറൊരു വണ്ടി ആയിക്കാരാ. അതേപോലെ തന്നെയാണ് ഈ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ആദ്യം വേണ്ട ജീവിതത്തിൻ്റെ ബേസിക് നീഡ്സ്, അത് കഴിഞ്ഞാൽ അത് വേണ്ട പ്രൊട്ടക്ട് ചെയ്യാനുള്ള നീഡ്സ്, അത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരോടത്ത് നല്ല മിങ്കിൾ ചെയ്ത് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കണം എന്നുള്ളത്, അത് കഴിഞ്ഞാൽ അവർക്ക് ആ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഒരു സെൽഫ് റെസ്പെക്റ്റും റെക്കഗ്നേഷനും പ്രസ്റ്റീജും പവറും ഒക്കെ കിട്ടണം. അത് കഴിഞ്ഞാൽ അവർ അൾട്ടിമേറ്റ് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ഏത് നീഡാണ് അതാണ്. ഇത് ഈ ഒരു ഹൈറാർക്കി കൃത്യമായി ഓർത്ത് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എസ്സേ പോലും എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടേ, മനസ്സിലായെന്ന് വിചാരിക്കേണ്ടേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.